ഗായ്സ് ഈസ് ജംഗിൾ പൊളി ടൈം. ജംഗിൾ പൊളിയുടെ വീഡിയോ സോങ് എംപുരാൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് ഇന്നലെ യൂട്യൂബിൽ. ഈ ജംഗിൾ പൊളി എന്നുള്ളൊരു വേർഡ് തന്നെ എനിക്ക് തോന്നുന്നു എംപുരാൻ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അപ്പൊ ഞാനും ഇങ്ങനെ ആലോചിച്ചു എന്തെന്നപ്പോ ഈ ജംഗിൾ പൊളി. പിന്നെ അത് മനസ്സിലായത് ആ ഫോറസ്റ്റിൽ വെച്ച് നടക്കുന്ന ആ ഒരു 10 മിനിറ്റിലെ ആ ഒരു ആക്ഷൻ സീക്വൻസിനെ നമ്മൾ ജംഗിൾ പൊളി എന്നുള്ളൊരു ടംബയിൽ വിളിച്ചു. സോ ജംഗിൾ പൊളി അവർ തന്നെയാണെന്ന് പറഞ്ഞത് ജംഗിൾ പൊളി ഐറ്റം എന്ന് പറഞ്ഞത്. അതൊരു വല്ലാത്തൊരു ഐറ്റം ആയിരുന്നു. ലാലേട്ടന്റെ ആ കറുത്ത ആ ഒരു ഷർട്ടിൽ വെള്ളം കൊണ്ട് സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് വന്ന് ഇരിക്കുന്ന സമയത്ത് മോനെ കൊടുത്ത പൈസ മുതലാക്കിയ ഒരു ഐറ്റം. ഇവൻ ഖുറേഷിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് സ്റ്റീഫൻ നെടുമ്പള്ളി. അത് മുണ്ടെടുത്ത് വരുന്ന ലാലേട്ടനെയാണ് പേടിക്കേണ്ടത്, കോട്ടിട്ട് വരുന്ന ലാലേട്ടനല്ല എന്നാണ് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അതിന്റെ വീഡിയോ സോങ് ആണ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത്. കിടുക്കാച്ചായിട്ടാണ്, കണ്ടിട്ട് വരാം. സോ ബോയ്സ് ആൻഡ് ഗേൾസ് ആൻഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ബാക്ക് ടു വേൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്. ഗൈസ് സെറ്റല്ലേ ജംഗിൾ പൊളി. ഖുറേഷി അബ്രം ഗാങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ലോകത്ത് എല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. ലൈക്ക് ദി ഇലുമിനാറ്റി. മിസ്റ്റർ ഗോവർദ്ധൻ, എനിക്കറിയേണ്ടത് ഇലുമിനാറ്റിയെ കുറിച്ചോ മുഖംബോയെ കുറിച്ചൊന്നുമല്ല, സ്റ്റീഫൻ. കണ്ടില്ലല്ലോ. അറിയില്ല, പക്ഷെ എന്നും പ്രാർത്ഥനയിൽ ആദ്യം തെളിയുന്നത് അവന്റെ മുഖമാണ്. സ്റ്റീഫൻ തിരിച്ചു വരും. എസേക്കിയേൽ 25:10 പഴയ നിയമം. കൊള്ളരുതാത്തവർ തങ്ങളുടെ സ്വാർത്ഥത കൊണ്ടും ക്രൂരതകൾ കൊണ്ടും നീതിമാന്മാരുടെ പാതയെ എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കുന്നു. ഈ അന്ധതയുടെ താഴ്വരയിൽ നിന്നും നീതിമാനെ കരകയറ്റാനാകും. വരുന്നത് വേറെ ലെവലാണ്. ഇത് തിയേറ്റർ കാണുന്ന സംഭവം എന്റെ മോനെ, നമുക്ക് ഗൂസ് ബംസ് റോമാഞ്ചിഫിക്കേഷന്റെ പീക്ക് ആയിട്ടാണ് ഇത് തരുന്നത്. എന്റെ മോനെ ഒരു രക്ഷയില്ല. കാരണം അവൻ സത്യമായും അവന്റെ സഹോദരങ്ങളുടെ രക്ഷകനും കുഞ്ഞാടുകളുടെ വഴികാട്ടിയുമാണ്. അതിനാൽ എന്റെ സഹോദരങ്ങളെ വിഷം കുത്തി നശിപ്പിക്കാൻ തുനിയുന്നവർ ആരായാലും അവരുടെ മേൽ ശനിപാദം പോലെ ഞാൻ പ്രഹരമേൽപ്പിക്കുന്നു. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു. ഒരേ ഒരു രാജാവ്. മുന്നിലിവനായി തൊടുക്കി വെച്ച സിംഹാസനം ഒന്നു വന്ന പോരാളികൾ ചോര വീണ് മാഞ്ഞുപോയ മണ്ണ് പിടയും എതിരാളിനും മൂർച്ചയുള്ള കണ്ണുനീ കൈതൊഴുന്ന ദൈവവും ചെലുത്താനും ഒന്ന് ഇവിടെ കോടി പേര് വന്നു പോയി ചോദ്യമാരി നിന്ന് മുന്നേ വന്ന എതിരാളികൾ മണ്ണിലുണ്ട്. கடவுளை போல காப்பவன் இவன் பேராசைய கொல்லும் சிவனா இவன். கடவுளை போல காப்பவன் இவன் பேராசைய கொல்லும் சிவனா இவன். கல்வனை வெல்லும் வல்லவன் இவன் பேரன்புக்கு ഈ സംസ്ഥാനത്തിലെ എല്ലാ രാഷ്ട്രീയ മുന്നണികളും ഒരുപോലെ ഭയന്നിരുന്ന ഒരു പൊളിറ്റിക്കൽ ഫോഴ്സായിരുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി. ഈ നാടിനെ പത്തിവിരിച്ച് കാക്കാനും ഒറ്റക്കൊത്തിന് തീർക്കാനും ശേഷിയുള്ള രാജവെമ്പാല. ചുറ്റുപാടും യുദ്ധമേലെ ശത്രുവിന്റെ രക്തമൊഴുകും രാജാവിൻ കഥയുണ്ട്. ദൈവമല്ല രക്തം ഇവിടെ ഇവന് വേണ്ടി പോരാടാൻ പടയാളികൾ സംവാദം എതിരെ വന്നതാണ് സമ്മാനം. ഈ ഒരു സെഗ്മെന്റ് വേറെ ബ്രൂട്ടലായിട്ട് ലാലട്ട് ചെയ്യുന്ന ആദ്യമായിരിക്കും. ഐ മീൻ ഈ സീക്വൻസ് രാക്ഷസ് രാവണൻ അഴിമ
അത് പൊളിച്ച് മോനെ അത് പൊളിച്ച് അൺഎക്സ്പെക്ടഡ് സംഭവം കയറ്റി പൊളിച്ച്. ഐ മീൻ സ്റ്റണ്ട് കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ലൂസിഫറിലെ സ്റ്റണ്ടും കൂടി കാണിച്ച് അവസാനം ഞെട്ടിച്ച്. അവസാനം പ്രണവും കൂടി വന്നപ്പം രാജാവിന്റെ മകൻ കൂടി വന്നപ്പം തൃപ്തിയായി, കംപ്ലീറ്റ് ആയി, സെഗ്മെന്റ് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. സോ അതാണ് സംഭവം. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. ഇത് ഈ ഒരു ഐറ്റത്തിന്റെ ഒരു ഇമ്പാക്ട് എന്താണെന്നുള്ളത് ഇതിന്റെ ഒരു ഹെവി സാധനം കിട്ടിയവർക്ക് അറിയാം, തിയേറ്ററിൽ പോയിട്ട് കണ്ടവർക്ക് അറിയാം. വൺ ഓഫ് ദ അല്ല മൊത്തം സിനിമയിൽ എന്ന് പറഞ്ഞ ഏറ്റവും ഹൈ പീക്കിൽ നിൽക്കുന്ന ഐറ്റം തന്നെയായിരുന്നു ഈ ജംഗിൾ പൊളി എന്നുള്ള സംഭവം. അതായത് ലാലേട്ടൻ ആ ഉടുത്തു വരുന്ന സംഭവം അത് മലയാളികൾക്ക് ഇനി എവിടുത്തെ മലയാളിയാണെങ്കിലും ആരാണെങ്കിലും അതാണ് ടോപ്പ് ഐറ്റം എന്ന് ഞാൻ പറയും. ഇനിയിപ്പോൾ ലാലേട്ടൻ എന്ത് പോട്ടിട്ട് വന്നാലും അല്ലെ എന്ത് മെഷീൻ ഗൺ എടുത്ത് വന്നാലും ഇത് തരുന്നൊരു റൊമാൻറ്റിഫിക്കേഷൻ ഉണ്ട്. ലാലേട്ടൻ മുണ്ട് മടക്കി കുത്തി വരുന്ന സമയത്ത്, മീശ വിരിച്ച് വരുന്ന സമയത്തുള്ളൊരു റൊമാൻറ്റിഫിക്കേഷൻ അത് കിട്ടണമെങ്കിൽ മോനെ ഇങ്ങനത്തെ ഐറ്റംസ് വേണം. വേറെ ലെവൽ സാധനം. നമുക്ക് ആ പാട്ട് തന്നെ, ലൂസിഫറിലെ ആ പാട്ട് തന്നെ ആ പവറിലൊരു പാട്ടാണ് ദീപക് ദേവ് കൊടുത്തത്. അത് തന്നെ അതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ടുണ്ട്. പക്ഷെ പേഴ്സണലി എനിക്ക് തോന്നുന്നു ആ മാറ്റിയത് അതിന്റെ മുകളിൽ പോയില്ല സംഭവം. ഐ മീൻ ആ കുറച്ച് ലൈൻസും കാര്യങ്ങളിലും ആ ലൂസിഫറിലെ മൊത്തം നീളം പാട്ട് എന്ന് പറഞ്ഞ പവർ പാക്ക് സാധനമായിരുന്നു. പക്ഷെ അതിന്റെ മുകളിൽ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പക്ഷെ കുഴപ്പമില്ലാണ്ട് ചെയ്യുന്നത്. പക്ഷെ ഈ ലാലേട്ടന്റെ ലുക്കും മാസം കൊണ്ട് അതൊക്കെ നമ്മൾ മറക്കും സാധനം. ലാലേട്ടനെ കണ്ടിങ്ങനെ നോക്കിയിരിക്കുകയല്ലേ. അപ്പം കിടിലായിട്ട് ചെയ്യുന്ന ആക്ഷൻസ് പറഞ്ഞാൽ ഭയങ്കര എന്താ ലാലേട്ടൻ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഐ മീൻ ഇതിനെ കൊണ്ടല്ലോ പറയാം. പുലിമുരുകൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഫ്ലെക്സിബിൾ ആയിട്ട്. പക്ഷെ ഇത് വേറെ തന്നെ ഒരു ഐറ്റം കിടുക്കാച്ചി എന്ന് പറഞ്ഞാൽ അജാതി വെടിച്ചിലായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. That's all guys. So സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. So thank you so much guys for watching and keep watching and remember the name guys is Bald and Beard Reacts.